ശങ്കരൻകുട്ടി ഭാര്യ ദേവകി, ജയകൃഷ്ണൻ, ഹരികൃഷ്ണൻ, സുധ, പ്രായപൂർത്തിയായവർ 4, മൈനർ 1, ആകെ യൂണിറ്റ് 9, രാധാ സോപ്പ് 9, രാധാ സോപ്പ് 9, ബാറ സോപ്പ് 4, ബാറ സോപ്പ് 4, എണ്ണാത്തുടം 9, എണ്ണാത്തുടം 9. സുധിക്ക് വയസ്സ് 16 അവക്ക് 2 സോപ്പ് അനുവദിക്കണം. അയ്യോ, 18 വയസ്സാകാതെ സോപ്പ് കൂടുതൽ കൊടുക്കാൻ വകുപ്പില്ല, എടുത്തു മാറ്റണം. ഗോവിന്ദൻകുട്ടി ഭാര്യ ഗോമതി, മക്കൾ രാഗിണി, സുമതി, ആകെ യൂണിറ്റ് 8, ആകെ 8. നാണിക്കുട്ടി സമന്തക്കാരൻ മാധവൻ നായർ, മക്കൾ രാമകൃഷ്ണൻ, ശേഖരൻ, പപ്പ, യൂണിറ്റ് 7, യൂണിറ്റ് 7. സോപ്പ് കൂടി താടാ. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞ മതി, ഇപ്പൊ എടുത്തോണ്ട് പോ, കളയില്ലേ. മമ്മൂട്ടി സമന്തക്കാരൻ വാമന നമ്പൂതിരി, സന്തതികളില്ല, യൂണിറ്റ് 4. എന്റെ തിരുമേനിക്ക് തേച്ചു കുളിക്കാൻ കുറച്ച് എണ്ണ കൂടി താടാ കുട്ടാ. അയ്യോ, കാരണം ഒരു സ്പെഷ്യൽ ഓർഡർ വേണം കുട്ടാ. പഞ്ചസാര നിരോധനം. എന്താ ബിനു ഇത്? ഇവൻ തറവാട്ടി പലചരക്ക് പിടി നടത്തുക? ഏയ് അല്ല, ഇതാ പടി വിതരണം. കുടുംബത്തിലെ അംഗസംഖ്യ അനുസരിച്ച് ഓരോ മാസത്തേക്കുള്ള സാധനങ്ങളുടെ വിതരണ വരിക. ഓ, കുട്ടാ, ഞങ്ങൾക്കുള്ള മാസപ്പടി എടുത്തോളൂ. മീനാക്ഷി സമന്തക്കാരൻ ചത്തു. സമ്മത്തക്കാരൻ ചത്തോ? അയ്യോ സോറി കേട്ടോ, ശത്രു. മക്കളില്ല, യൂണിറ്റ് 4. 4 സോപ്പാ? നിങ്ങൾ 2 ആളല്ലേ ഉള്ളൂ, ആളൊന്നുക്കും മാസം 2 സോപ്പാ. പട്ടാള ക്യാമ്പിൽ ഇത് കൂടുതലുണ്ടല്ലോ. ഈ ക്യാമ്പിൽ ഇത്ര ഉള്ളൂ. മേടിക്കണം മാഷേ, എനിക്കിത് മാത്രല്ല പണി. മില്ലി പോണം, സ്റ്റോർ കീപ്പർ കം ഡ്രൈവറാ. മേടിച്ചോ. അപ്പൊ കൂടുതൽ വേണമെങ്കിലോ? അംഗസംഖ്യ കൂട്ടണം. അത് എത്ര വേണമെന്ന് വെച്ചാകാം, അതിനോട് യാതൊരു നിയന്ത്രണമില്ല. ബിനു കേട്ടില്ലേ പറഞ്ഞത്? കേട്ടു. അതല്ലടി പറഞ്ഞത്. പറഞ്ഞുണ്ടോ? തഞ്ചപ്പെടും ബിനു. ആട്ടെ, ഇനി വല്ലതും ആവശ്യമുണ്ടെങ്കിലോ? മനസ്സിലായി. രാവിലത്തെ അനുഭവം ഓർമ്മയുണ്ടല്ലോ. സുഖായ തേച്ചുളി, മൃഷ്ടാന ഭോജനം, നല്ല അന്തിയുറക്കം, ഇതൊക്കെ പോരെ. വെറുതെ ഓരോ ഇടാകൂടങ്ങൾ ഉണ്ടാക്കണ്ട കേട്ടോ. ദൈവമേ, മണി 8. മാറി. ഓ, എന്താണോ ഇത്? ഇത് പ്രാതലുള്ള വല്ല വേ വിട്ടോ. എന്റെ അമ്മോ, ഇത് മറ്റൊരു പട്ടാളമാരക്കാണല്ലോ. പറഞ്ഞോ, എത്ര കഴിഞ്ഞ പച്ചവെള്ളം പോലും കിട്ടില്ല കേട്ടോ. ചെല്ലമ്മേ, ശത്രുവേട്ടിന് പാല് കുടിക്കാൻ സമയമായി, എടുത്തു വെച്ചോളൂ. പിന്നെ ഇത്തിരി ബദാം കൂടി പൊടിച്ചിട്ടുള്ളൂ കേട്ടോ. വല്യമാമയ്ക്ക് വെച്ചിട്ടുള്ള ഉണ്ടാവില്ലേ അവിടെ? ശത്രുവേട്ടിന് അതിട്ടേ പാല് കുടിക്കുള്ളൂ ഇത്രേ. ഓരോരോ ശീലങ്ങളെ. ഇന്നെന്താ മീനാക്ഷി പാലാക്കിയത്? വല്യമ്മ ഉദ്ദേശിച്ച എന്താന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും രാവിലെ പറഞ്ഞ ഇത്തിരി ഏറിപ്പോയിട്ടോ. ശത്രുവേട്ടിന് അത് ഒട്ടും ഇഷ്ടായിട്ടില്ല. മിണ്ടിയാ തോക്കെടുക്കണ ആളാ. പാല് കൊടുത്ത ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചെന്ന് എനിക്കേ അറിയൂ. അപ്പൊ നിന്റെ ഭർത്താവ് ചെയ്തത് ശരിയെന്നാണ് നീ പറയണേ? തെറ്റാണെന്ന് ആദ്യം ഞാനും ധരിച്ചേ. ശത്രുവേട്ടിന്റെ ചരിത്രം കേട്ടപ്പോഴല്ലേ സത്യാവസ്ഥ മനസ്സിലായത്. ആളത്ര നിസ്സാരനൊന്നുമല്ല. ആസാം ബോർഡറിൽ 0 ഡിഗ്രി സെൽഷ്യസിൽ ജീവിച്ച ആളാ. അവിടെ മദ്യം കൂടിയേ തീരൂ. ഇവിടെ 30 ഡിഗ്രി സെൽഷ്യസാ. കൊള്ളിച്ചു പറയണ്ട ചെറിയമ്മ, ഡിഗ്രിയുടെ കാര്യമല്ല പറഞ്ഞത്, സ്റ്റാറ്റസാ. ഇവിടെ മറ്റുള്ളവരെ പോലെയാ ശത്രുവേട്ടൻ. മീനാക്ഷി ആളാകെ മാറിയിരിക്കണു. അവള് മാറിയതാണോ കുറ്റം? ഇത്രയും കേമപ്പെട്ടൊരു ഹസ്ബൻഡിനെ കിട്ടിയത് മീനാക്ഷിയുടെ മുജ്ജന്മ സുഹൃതം കൊണ്ട് തന്നെയാ. അതീ തറവാടിന്റെ ഭാഗ്യാന്ന് എന്നെ വിചാരിക്കുക. അധികം അങ്ങോട്ട് പൊന്തിക്കണ്ട. എന്താ പറഞ്ഞേ? നിങ്ങളോടല്ല, എവളോടാ. വേദന മുട്ടിന് താഴെയുള്ളൂ. ദാ പാല്. ബദാം ചേർത്ത ചെല്ലമേ? ഉവ്. ഇല്ലെങ്കിൽ പിന്നെ അത് മതി. മൂക്കിന്റെ തുമ്പത്തെ ദേഷ്യം. ചിലപ്പോ തോക്കെടുത്താലോ? പരമേശ്വര, ദാമോദര, ആ സാധനങ്ങളൊക്കെ എടുക്കാം. ശകുണി, താനല്ലേ എല്ലാത്തിനും ചുക്കാൻ പിടിക്കുന്ന കാര്യസ്ഥൻ. ഒരു 50 ഉറുപ്പ്യ വേണം സിഗരറ്റ് വാങ്ങാനാ. അത് പാടില്ല. പാടില്ലേ? തന്നോടാരാ പാടാൻ പറഞ്ഞേ? സിഗരറ്റിന് 50 ഉറുപ്പ്യതാ. അതന്നെയാ പറഞ്ഞ. അതൊന്നും ഇവിടെ പാടില്ല എന്ന് അറിയില്ലേ? അത് പറയാ താനാരാടോ? 2-3 ദിവസമായി ക്ഷമിക്കുന്നു. മര്യാദക്ക് കാശാ. എടോ ശത്രുഘ്നൻ പിള്ളേ, ഇവിടുത്തെ കുടുംബാംഗങ്ങളുടെ കുപ്പായത്തിലൊന്നും കാശുണ്ടാവില്ല. അവർക്ക് അതിന്റെ ആവശ്യമില്ല. അതെന്ത് കോപ്പറ നിയമ? പിന്നെ എങ്ങനെ ആവശ്യം നടക്കുക? നടക്കുന്നുണ്ടല്ലോ. ഡീസൽ വേണമെന്ന് വെച്ചാൽ സ്വന്തം തറവാട്ട് വക പമ്പുണ്ട്. ശംഖുമാമന് രസീത് വാങ്ങിച്ചാൽ മാത്രം മതി. ഇനി തുണി വേണമെങ്കിൽ തുണിക്കടയുണ്ട്. വർഷത്തിൽ വിഷുവിനും തിരുവാതിരയ്ക്കും ഓണത്തിന് മാത്രമേ തുണി വിതരണുള്ളൂ. ഇനി അതല്ല, സിനിമ ആണെന്ന് വെച്ചാൽ സ്വന്തം കൊട്ടകയുണ്ട്. മാസത്തിൽ ഒരു സിനിമയുള്ളൂ, അതിലും പ്രതീക്ഷിക്കണ്ട. ഇതൊക്കെ കാരണവരുടെ തീരുമാനങ്ങളാ. എന്നാൽ ഈ തീരുമാനങ്ങളൊക്കെ ഒന്ന് മാറ്റി എഴുതണം. ഞാൻ മറ്റുള്ള സംബന്ധക്കാരെ പോലെ മൂളിയൊന്നുമല്ല. ഈ ശത്രുഘ്നൻ പിള്ള ആരാണെന്ന് എനിക്കറിയാം. അറിയാം, മഞ്ഞൊഴിച്ചു, കൂടുതൽ അറിഞ്ഞു. കുട്ടാ, പറമ്പിൽ തേങ്ങയിട്ടുണ്ട്, ഞാൻ അങ്ങോട്ട് പോവാ. അടുക്കളയിലേക്കുള്ള സാധനങ്ങൾ ഏൽപ്പിച്ചിട്ട് നീ അങ്ങോട്ട് വന്നോളൂ. എടോ ശകുനി, തനിക്കാൻ വെച്ചിട്ടുണ്ട് കുട്ടാ. ഈ കിഴവരെ ഞാൻ ഈ തറവാട്ടിന് പുറത്താക്കും. അധികാരം ഞാൻ പിടിച്ചെടുക്കും. എന്നിട്ട് സ്റ്റോർ നിറയെ സിഗരറ്റ്, ഈ തറവാട്ട് വക ഒരു വിദേശ മദ്യഷാപ്പ്, കുടുംബം കുളം തോണ്ടാൻ തന്നെ തീരുമാനം അല്ലേ മാഷേ? വീട്ടുകാരെ അറിഞ്ഞിട്ട പേര് തന്നെയാവും ശത്രുന്നല്ലേ? പട്ടാളത്തിന് പിരിച്ചു വിട്ടതാണല്ലേ? ഞാൻ മാത്രല്ല, ശംഖുമാമൻ അറിഞ്ഞു, പിന്നെ പലരും അറിഞ്ഞു വരുന്നു, അറിയാത്തവരൊക്കെ അറിയിച്ചോണ്ടിരിക്കണു. കയ്യില് കാശൊന്നുമില്ല അല്ലേ? പാവം. ഒന്ന് വലിക്കാൻ എന്തെങ്കിലും താടോ? വലിക്കാൻ എലാസ്റ്റിക് ഉണ്ട്. ഇത് നന്നായിട്ട് വലി. കൊണ്ടുപോയി വലിച്ചോ.
അതല്ലടോ പുകയ്ക്കാൻ. പോയിക്കാനാ കുന്തിരിക്കണ്ട എടുക്കട്ടെ. ശോ, ഒരു സിഗത്തതാ. വേണമെങ്കിൽ ഒരു ബീഡി തരാം. ബീഡി എന്റെ പട്ടിക്ക് വേണം ബീഡി. മാഷപ്പട്ടി ബീഡി വലിക്കോ? കുട്ടാ ഒരു 10 റുപ്യതാ. അയ്യോ വകുപ്പില്ല. എടോ കടമായിട്ട് മതി. പിരിച്ചുവിട്ട പട്ടാളക്കാരനും വിസയില്ലാതെ വന്ന പേർഷ്യക്കാരനും പണം കടം കൊടുക്കരുതാണ് പ്രമാണം. പിന്നെ വാവിട്ട് ചോദിച്ച സ്ഥിതിക്ക് ദാ 10 രൂപ. ഇനി ആ ബീഡി കുടിക്കണ്ട. അപ്പൊ ചേട്ടൻ തറയാണല്ലേ? ആ സിൽട്ടർ സിഗത്ത് വലിച്ചിരുന്നവനാ. ശരികേടേ. ഭാര്യാഗൃഹേ പരമസുഖം ദിനമൊട്ടു കഴിഞ്ഞാൽ പട്ടിക്ക് സമം. ഇപ്രാവശ്യം ലോഡ് എത്തിയില്ലോ. എന്ത് പറ്റി നമ്മളെ ശങ്കരൻകുട്ടിക്കും കൂട്ടിരിക്കും? ബീരാൻകുട്ടിക്ക പിന്നെ ഒരു മിനിറ്റ്, ഇതെന്താണ്ടത്? കളിമണ്ണ് ഉരുട്ടിയതാ. എന്റെ തലയിലെ കളിമണ്ണൊന്നും അല്ലല്ലോ, നല്ല അസല് കളിമണ്ണല്ലേ? ആ അല്ല ഉണക്കിയിട്ടില്ലേ? ആ നന്നായിട്ട് ഉണക്കി. ആ അതുകൊണ്ട് ഉയിന്ന് ചേർത്തിക്കാളാ. എല്ലാം കൂടി അടങ്ങാറുണ്ടാക്കണ്ട. 10 കിലോ ഉയിന്നിന് 1 കിലോ എന്നുള്ള കണക്ക് ചേർത്തിയാ മതി. കള്ളക്കച്ചവടം നമുക്കില്ലല്ലോ. അല്ല പൂയി മണൽ വന്നില്ലേ? പറഞ്ഞുണ്ട്. എന്താണ്ട് ഇതൊക്കെ എത്ര ഡിലേ? പൂയി മണൽ വന്നിട്ട് വേണ്ടേ പഞ്ചായത്താക്കി നമുക്ക് ഇവിടുന്ന് ലോഡ് അയക്കാൻ? ആ പോയിക്കോ. ആ പിന്നെ ആ മുളക് പൊടിയിൽ ചെങ്കൽപ്പൊടി ചേർത്തിട്ട് ഞാൻ വന്നിട്ട് മതി കേട്ടോ. ആ കുറെ എണ്ണ ഉണ്ട്, ഒരു വിവരവും ഇല്ല. അരി ചേർത്തന്നെ പരിപ്പ് ചേർത്തു, പരിപ്പ് ചേർത്തന്നെ പഞ്ചാര ചേർത്തു, എന്നിട്ട് അവസാനം മായം ചേർത്തെന്നുള്ള ചീത്തപ്പേര് നമ്മക്കും. അല്ല മുതലാളി, ഉഴുന്നിലെ അരിയിലേക്ക് എന്താ ചേർക്കണേന്ന് മനസ്സിലായി. നാളികേരത്തിൽ എന്താ ചേർക്കണേ? ക്രിക്കറ്റ് ബോളോ അല്ല ടെന്നീസോ? അതൊന്നും എന്നോട് പറയാൻ പറ്റൂല. അതൊക്കെ നമ്മള് ട്രേഡ് സീക്രട്ടാ. അല്ല ആരാണപ്പൊ ഈ പുതിയ ആള്? ഇതാണ് പയ്യാരത്തെ പുതിയ കാര്യസ്ഥൻ. ആ സാധനങ്ങൾ എത്ര വേണമെങ്കിലും കൊണ്ടുവന്നോളി. അതിപ്പോ എന്നൊന്നുമില്ല. ഇനി വാഴക്കൊലാണെങ്കിലും ബീരാൻകുട്ടി എടുക്കും. വാഴക്കൊല്ലിൽ എന്താ ചേർക്കാ? വാഴക്കൊല അല്ല എന്റെ തല. അപ്പൊ കാര്യസ്ഥര് മാസം ലോഡ് ഇറക്കുന്നില്ലേ? പകുതി വിലയെ തരുന്നുള്ളൂ എന്നൊരു പരാതിയുണ്ടേ. അരിയും നാളികേരവും വെളിച്ചെണ്ണയൊക്കെ പയ്യാരത്തിന് മൊത്തമായിട്ട് ഇറക്കി തരാം, പക്ഷെ ന്യായമായ വില കിട്ടണം. ഈയാണ് ശരിക്കും കാര്യസ്ഥൻ. ബീരാൻകുട്ടി എടുത്തോളാം. എന്നാ കച്ചവടം പത്മനാഭൻ നായർ നേരിട്ട് നടത്തും. അല്ല പത്മനാഭൻ നായരോ? ആ. മൂപ്പരെ നമ്മൾ കണ്ടിട്ടില്ലെങ്കിലും അവിടെ ഒരു തരികിടി നടക്കൂലെന്ന് കേട്ടിട്ടുണ്ട്. പത്മനാഭൻ നായരിലെ ഞങ്ങൾ ഇങ്ങോട്ട് അയച്ചത് കുട്ടിക്കോട് തറവാട്ടിലോട് ചെല്ലാനും പറഞ്ഞു. അല്ല അതിപ്പോ എന്തിനാണ്? ഇനി ഒരു വർഷത്തേക്ക് എല്ലാം കൂടി മൊത്തമായിട്ട് ചാർത്തി കൊടുക്കാനിരിക്കുകയല്ലേ മൂപ്പര്. ഇക്കാക്ക് വേണോ? വേണമെന്നോ? ഇന്റെ വമ്പർത്തെ തങ്ങളെ അപ്പൊ ഇത് നേരത്തെ വലിച്ച്. അല്ല എപ്പോഴാ നമ്മള് വരണ്ടേ? അടുത്ത ഞായറാഴ്ച രാവിലെ കൃത്യം 10 മണിക്ക്. തീർച്ചയായിട്ടും വരണേ. മൊത്തത്തിൽ എടുത്തിട്ട് അങ്ങോട്ട് ചാർത്തി തരാം. അല്ലെങ്കിൽ എനിക്ക് എന്റെ സമയം നല്ലതാ, ഞാൻ വരും. ആധാരം രജിസ്റ്റർ ആയി കഴിഞ്ഞില്ലേ? നമുക്ക് എഴുതി വെച്ചാൽ നമുക്ക് തന്നെ കിട്ടുമല്ലോ. ഇല്ല, വിലയാധാരമല്ല, ഇഷ്ടദാനമായി എഴുതി വെച്ചിരിക്കണേ. ജപ്തി നടന്ന എല്ലാം പോക്കാ. അതായത് ഒരു വക്കോൽ തുരുമ്പിന്റെ വക പോലും ആർക്കും കിട്ടില്ല. മലയാളത്തിൽ പറഞ്ഞിട്ട് മനസ്സിലായില്ല, ഇംഗ്ലീഷ് പറയാം. വേണ്ട, നീ മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലായില്ല, പിന്നെ ഇംഗ്ലീഷ്. എന്താ ഇപ്പൊ ഒരു വഴി? ഒറ്റ വഴിയേ ഉള്ളൂ. കൂട് കുടുക്കെ സർക്കാർ കൊണ്ടുപോകുന്നതിന് മുമ്പ് കിട്ടാവുന്നൊക്കെ അടിച്ചു മാറ്റിക്കോ. ചാക്കെടുത്തൊരു പണി. എന്റെ ദേവി, ഇതെന്തേ കണ്ണ്? ഇങ്ങോട്ടിടുക. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ, ഇല്ലെങ്കിൽ പാത്രങ്ങളൊന്നും കിട്ടില്ല. അവിടെ മുടിച്ച പാത്രം ആദ്യം കറച്ചു മാറ്റണി. നീ പോയി ആഭരണം വല്ലതും കിട്ടുമോ നോക്ക്. ഓ അളിയോ, ലോറിക്ക് പറഞ്ഞു. വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഇപ്പൊ എത്തും. തനിക്ക് കണ്ണു കണ്ടൂടെ ഇടിയറ്റ്? കൊക്കിൽ ഒതുക്കുന്നേ പൊക്കാവൂ. പോയി വല്ല കിണ്ടിയോ കിട്ടുമ്പോ പൊക്കണ. അത് ഞാൻ നോക്കിക്കോളാം. അച്ഛാ പണം എടുത്തു വെക്കടാ. അയ്യോ എന്റെ വാർപ്പ്. അയ്യോ എന്റെ പണം പോയേ. പിടി വിട. നാളെ ചേച്ചിക്ക് ഇട്ട് മൂടാനുള്ള കിട്ടിയിട്ട് അത്യാഗ്രഹം. നീ നിന്റെ മോളും കൂടെ അടിച്ചെടുത്തില്ലേ? അമ്മടി കേമി അമ്മയുടെ ആവരണ പറ്റി ഇങ്ങോട്ട് തരേൻ. അമ്മേ ചന്ദ്രേട്ടനെ കണ്ടോ? പാലിക്ക് അടിയിലും ഞാൻ എവിടെയില്ല അന്വേഷിച്ചു. ചന്ദ്രേട്ടാ കിട്ടി. അയ്യോ മോളെ, എന്താ അത്? കണ്ണുണ്ടൂടെ നിങ്ങൾക്ക്? ദൈവങ്ങളെ കൊണ്ടുപോണ കണ്ടില്ലേ? ഞങ്ങൾക്ക് മാത്രം ഒന്നും കിട്ടിയില്ല. അമ്പടി നുണച്ച് ഈ വിലപിടിപ്പുള്ളതൊക്കെ നിങ്ങൾക്കല്ലേ കിട്ടിയത്? അല്ല സത്യം ചെറിയുമ്പോ ഞങ്ങൾക്ക് ഒന്നും കിട്ടിയില്ല. മക്കളെ, ഇത് മീനാക്ഷരത്തിക്ക്. മക്കള് വേറെ വല്ലതും പോയി എടുത്തോട്ടോ. സ്നേഹമുള്ള മക്കളല്ലേ. ഒന്ന് വേഗം പോ ശത്രുവേട്ടാ. അയ്യോ നീ എന്നെ അടിച്ചു അല്ലേടാ? ഇല്ല, അടിക്കാൻ പോണുള്ളൂ. അന്ന് ശംഖുമാമനെ തല്ലിയ വകയിലെ ഒരു കടം ബാക്കിയുണ്ടല്ലോ, അതും കൂടി കൊണ്ടുപോകും. എടാ പട്ടി, വെറുതെ തല്ലുകൂടി കിട്ടിയ മുതല് നഷ്ടപ്പെടുത്തണ്ട. 2 അടി കിട്ടിയെന്നല്ലേ ഉള്ളൂ. ആരും കണ്ടിട്ടില്ല. നിങ്ങൾ വാ.